യെസ് സാർ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം നമ്മുടെ ഇന്നത്തെ ആദ്യ ക്ലാസ്. നമ്മൾ കേട്ടറ്റിന്റെ ഓൺലൈൻ ക്ലാസ് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്ന ദിവസമാണ്. ഇന്നലെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ് തുടങ്ങുകയാണ്. മൈക്ക് എല്ലാവരും ഓഫ് ആക്കി വെക്കുക. മൈക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓൺ ആക്കുക. അല്ലാതെ മൈക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ എടുത്ത് വെളിയിൽ കളയുള്ള കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ ആരൊക്കെയോ മൈക്ക് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്, പറയുന്നത് മനസ്സിലാക്കുക. ഓക്കെ ടീച്ചറെ, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ സാർ. ഓക്കെ, വിദ്യാവീതിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൈക്കോളജി പാർട്ടാണ് എടുക്കാൻ പോകുന്നത്. എൻ്റെ പേര് ജീന എന്നാണ്. ഇപ്പൊ സൈക്കോളജിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സാർ ഇന്നലെ പറഞ്ഞു തന്നതാണ് 30 മാർക്കിനാണ് ഉള്ളത്. എല്ലാ സബ്ജക്റ്റിനെയും പോലെ 30 മാർക്കാണ് സൈക്കോളജിക്ക് ഉള്ളത്. അപ്പൊ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ ബേസ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പിലെ ആൻസർ വരത്തക്ക രീതിയിൽ നമുക്ക് പഠിക്കാം. ഭയങ്കര തിയറി പോലെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ക്വസ്റ്റ്യൻ വരുന്ന മോഡലിൽ നമുക്ക് പഠിച്ചു പോകാം. നിങ്ങൾ ആര് ക്ലാസ് മിസ് ചെയ്യല്. അപ്പം തീരുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിലിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 28 മാർക്കിന് മുകളിൽ വാങ്ങിക്കാൻ എല്ലാവർക്കും കഴിയും. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാനുള്ള വിജയാശംസകൾ ഞാൻ നേരുന്നു. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ. PPT കാണാൻ പറ്റുന്നുണ്ടോ? സ്ലൈഡ് കാണാം മാം. ഓക്കെ. അപ്പൊ നമുക്ക് പിന്നെ ചൈൽഡ് സൈക്കോളജി ആൻഡ് ഡെവലപ്മെന്റ് ആണ് നമ്മുടെ കേറ്ററ്റിലെ സൈക്കോളജി പാർട്ടിന്റെ പേര്. നമുക്ക് ആദ്യം സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്രം എന്താണെന്ന് നോക്കാം. അപ്പൊ മനഃശാസ്ത്രം എന്ന പദം ഗ്രീക്ക് പദമായ സൈക്കെ എന്നും ലോഗോസ് എന്നും 2 വാക്കുകളിൽ നിന്നാണ് ഉണ്ടായത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ പറയുന്നത്. നമുക്ക് വിദ്യാഭ്യാസ മനഃശാസ്ത്രം തൊട്ടാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഇപ്പൊ ആദ്യം പൊതുവെ എന്താണ് മനഃശാസ്ത്രം, അത് ഉപയോഗിച്ചത് ആരാണ്, മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്, അതുപോലെ മനഃശാസ്ത്രത്തെ എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നമുക്ക് സിലബസിലോട്ട് പോകാം. അപ്പൊ എന്താണ് മനഃശാസ്ത്രം? മനഃശാസ്ത്രം എന്ന പദം ഗ്രീക്ക് പദമായ സൈക്കെ എന്നും ലോഗോസ് എന്നും 2 വാക്കുകളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ മനഃശാസ്ത്രം എന്ന പദം മനഃശാസ്ത്രം എന്ന പദം ആരോ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സാറ് പറഞ്ഞിരുന്നു മൈക്ക് ഓൺ ചെയ്യണവരെ. ഓക്കെ. മനഃശാസ്ത്രം എന്ന പദം ഗ്രീക്ക് പദമായ സൈക്കെ എന്ന് ലോഗോസ് എന്ന 2 വാക്കുകളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ സൈക്കെ എന്നാൽ സോൾ അല്ലെങ്കിൽ ആത്മാവ് എന്നാണ് അർത്ഥം. അപ്പൊ ലോഗോസ് എന്നാൽ ശാസ്ത്രം അല്ലെങ്കിൽ സയൻസ് എന്നാണ് അർത്ഥം ഉള്ളത്. അപ്പം ആത്മാവിനെ കുറിച്ചുള്ള ശാസ്ത്രം അല്ലെങ്കിൽ മനസ്സിനെ കുറിച്ചുള്ള ശാസ്ത്രത്തെയാണ് മനഃശാസ്ത്രം എന്നാണ് പണ്ട് കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. അടുത്തതായി മനഃശാസ്ത്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജർമ്മൻ തത്വചിന്തകനായ റുഡോൾഫ് ഗോക്കലാണ് മനഃശാസ്ത്രം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അപ്പം മനഃശാസ്ത്രം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജർമ്മൻ തത്വചിന്തകനായ റുഡോൾഫ് ഗോക്കലാണ്. അപ്പൊ നമ്മൾ 2 കാര്യങ്ങളാണ് പഠിച്ചത്. മനഃശാസ്ത്രം എന്ന പദം ഗ്രീക്ക് പദമായ 2 വാക്കുകളിൽ നിന്നാണ് ഉണ്ടായത്. സൈക്കെ എന്ന് ലോഗോസ് എന്ന് 2 വാക്കുകളിൽ നിന്നാണ് ഉണ്ടായത്. മനഃശാസ്ത്രം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് റുഡോൾഫ് ഗോക്കൽ എന്ന് പറയുന്ന ഒരു ജർമ്മൻ തത്വചിന്തകൻ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ റുഡോൾഫ് ഗോക്കലാണ് ആദ്യമായിട്ട് മനഃശാസ്ത്രം എന്ന പദം ഉപയോഗിച്ചത്. അദ്ദേഹം ജർമ്മൻ തത്വചിന്തകനാണ്. ഈ നമ്മുടെ റുഡോൾഫ് ഗോക്കൽ എന്ന് പറയുന്ന ജർമ്മൻ തത്വചിന്തകൻ ഈ മനഃശാസ്ത്രം എന്ന പദം ഉപയോഗിക്കുന്നതിനും 66 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രേഷ്യൻ കവിയായ മാർക്കോ മെർലിക് എന്ന ഒരു ക്രേഷ്യൻ രാജ്യത്തെ വളരെ പ്രശസ്തമായ
ഒരു കവിയാണ് മാർക്കോ മെർലിക് എന്ന കവി. അദ്ദേഹം തന്റെ കവിതകളിൽ സൈക്ലോജിയ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ റുഡോൾഫ് ഗോക്കലാണ് കറക്റ്റായിട്ട് മനഃശാസ്ത്രം അല്ലെങ്കിൽ സൈക്കോളജി എന്ന പദം ഉപയോഗിച്ചത്. പക്ഷേ ഇദ്ദേഹം ഉപയോഗിക്കുന്നതിനും 66 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു ക്രൊയേഷ്യൻ രാജ്യത്തെ കവിയായ മാർക്കോ മെർലിക് തന്റെ കവിതകളിൽ സൈക്കോളജിയ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ മനഃശാസ്ത്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് റുഡോൾഫ് ഗോക്കൽ ആണ്. ഓക്കെ, അടുത്ത മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മുടെ ഈ പിക്ചറിൽ കാണുന്ന വില്യം വൂണ്ടാണ് കേട്ടോ. മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വില്യം വൂണ്ടിനെ ആണ്. അടുത്ത ആധുനിക മനഃശാസ്ത്രത്തിന്, നമ്മുടെ ഇപ്പോഴത്തെ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിനെയാണ്. അപ്പൊ ഇത് രണ്ടും തെറ്റിക്കല്ലേ. മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വില്യം വൂണ്ടിനെയാണ്. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിനെ ആണ്. അടുത്ത മനഃശാസ്ത്രത്തെ കുറിച്ചുള്ള കുറച്ച് നിഗമനങ്ങൾ. എങ്ങനെയാണ് മനഃശാസ്ത്രം എന്ന വാക്കിന് അർത്ഥം വന്നു തുടങ്ങിയത് എന്നുള്ള നിഗമനങ്ങളാണ്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന നിർവചനങ്ങൾ, പിന്നെ അത് മാറി ഇപ്പോഴത്തെ കാലത്ത് മനഃശാസ്ത്രത്തെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ മനഃശാസ്ത്ര നിഗമനങ്ങളിൽ വരുന്നത്. ആദ്യകാലത്ത് പ്രാചീന കാലം മുതലേ ഉള്ള നമ്മുടെ തത്വചിന്തകന്മാരാണ് പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയവർ. ഇവർ പറഞ്ഞതാണ് മനഃശാസ്ത്രം എന്നാൽ ആത്മാവിന്റെ ശാസ്ത്രം. ആത്മാവിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്നാണ് പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, റൂസോ അവരൊക്കെ പറഞ്ഞതാണ്. മനഃശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞ ഡെഫിനിഷനാണ് ആത്മാവിന്റെ ശാസ്ത്രം. പക്ഷേ പിൽക്കാലത്ത് അവര് കഴിഞ്ഞിട്ട് വന്ന മനഃശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ തത്വചിന്തകന്മാർക്ക് എന്താണ് ആത്മാവ് അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ച് വ്യക്തമായ ഒരു ഡെഫിനിഷൻ നൽകാൻ കഴിഞ്ഞില്ല. ആത്മാവ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ആത്മാവിനെ നമുക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ള പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസും പിന്നീട് വന്ന മനഃശാസ്ത്രജ്ഞന്മാർ ചോദിച്ചു. പക്ഷെ അതിനൊന്നും വ്യക്തമായ ഉത്തരം നൽകാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പൊ പിൽക്കാലങ്ങളിൽ വന്നവരെന്ത് ചെയ്തു? ഈ ആത്മാവിന്റെ ശാസ്ത്രം എന്ന ഒരു നിർവചനത്തെ തള്ളിക്കളഞ്ഞു, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തു, തള്ളിക്കളഞ്ഞു. പിന്നീടാണ് നമ്മുടെ ജർമ്മൻ ഫിലോസഫറായ കാന്ത് എന്ന് പറയുന്ന നമ്മുടെ ജർമ്മൻ ഫിലോസഫറാണ് പറഞ്ഞത് മനസ്സിന്റെ ശാസ്ത്രം. മനഃശാസ്ത്രം എന്നാൽ മനസ്സിന്റെ ശാസ്ത്രം. അപ്പം അദ്ദേഹം പറഞ്ഞു. കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അടുത്ത കാലഘട്ടത്തിലെ മനഃശാസ്ത്രജ്ഞന്മാർ ഓരോ കാലഘട്ടത്തിലും പുതിയ മനഃശാസ്ത്രജ്ഞന്മാർ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അവരും മനസ്സിനെ കുറിച്ച്, ഇപ്പൊ എന്താണ് മനസ്സ്, ഇപ്പൊ മനസ്സിനെ നമുക്ക് മാറ്റാൻ പറ്റുമോ, മനസ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള വ്യക്തമായ ധാരണ ഇവർക്കും നൽകാൻ കഴിഞ്ഞില്ല, നമ്മുടെ കാന്ത് എന്ന് പറയുന്ന ആൾക്കും നൽകാൻ കഴിഞ്ഞില്ല. അപ്പം പിന്നീട് വന്ന മനഃശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്തു? ഈ മനസ്സിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന നിർവചനത്തെയും തള്ളിക്കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വില്യം ജെയിംസും വില്യം വൂണ്ടും പറഞ്ഞതാണ് ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രം. നമ്മുടെ ബോധം, കോൺഷ്യസ് മൈൻഡോട് നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടെ ഇരിക്കുന്ന അവസ്ഥയിലുള്ള ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ മനസ്സിൽ തന്നെ പല തലങ്ങളുമുണ്ട്. ബോധമണ്ഡലം, അബോധമണ്ഡലം, ഉപബോധമണ്ഡലം. അപ്പൊ ബോധമണ്ഡലത്തോടെ ഇരിക്കുമ്പോൾ മാത്രം അതിനെ മനഃശാസ്ത്രം എന്ന് നിർവചിക്കുന്നത് വളരെ തെറ്റാണെന്ന രീതിയിലാണ്. പിന്നെ നമ്മുടെ JB വാട്സൺ എന്ത് ചെയ്തെന്നോ, അദ്ദേഹം പറഞ്ഞതാണ് വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം. അപ്പൊ ഈ ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രം എന്ന പദത്തെ എന്ത് ചെയ്തു? പിൽക്കാലങ്ങളിൽ നമ്മുടെ JB വാട്സനും അവരെ കൂടെ വന്നവരെല്ലാം എന്ത് ചെയ്തു? ഇതും തെറ്റാണെന്ന് തെളിയിച്ചു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ വന്നതാണ് വ്യവഹാരത്തിന്റെ ശാസ്ത്രം. ഈ വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന നിർവചനമാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ലോകവ്യാപകമായിട്ട് അംഗീകരിച്ചത്. അപ്പോൾ നിങ്ങളിപ്പോ ഒരു ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് മനഃശാസ്ത്രം എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് മനസ്സിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം എന്ന് പറയല്ലേ.
അത് തെറ്റാണ്. കാരണം മനഃശാസ്ത്രം എന്നാൽ വ്യവഹാരത്തിന്റെ ശാസ്ത്രം, വ്യവഹാരം, ജീവികളുടെ, ജീവനുള്ള വസ്തുക്കളുടെ വ്യവഹാരത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് മനഃശാസ്ത്രം എന്ന്. അപ്പൊ ഈ ഡെഫിനിഷനാണ് നമ്മുടെ JB വാട്സൺ, വ്യവഹാരവാദത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന JB വാട്സൺ പറഞ്ഞതാണ് വ്യവഹാരം. വ്യവഹാരം എന്ന് വെച്ചാൽ സ്വഭാവ രീതികൾ, പെരുമാറ്റങ്ങൾ, അതാണ് ബിഹേവിയേഴ്സ്. ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്ന സയൻസ് ഓഫ് ബിഹേവിയർ ആണ് എന്ത്, മനഃശാസ്ത്രം എന്ന് നമ്മുടെ JB വാട്സൺ പറഞ്ഞു. അപ്പൊ മനഃശാസ്ത്രത്തെ കുറിച്ചുള്ള നിഗമനങ്ങളാണ് ആദ്യം ആത്മാവിന്റെ ശാസ്ത്രം എന്ന് പറഞ്ഞു, പിന്നീട് അതിനെ തള്ളിക്കളഞ്ഞു മനസ്സിന്റെ ശാസ്ത്രം എന്ന് പറഞ്ഞു, പിന്നീട് അതിനെ ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രം എന്ന് പറഞ്ഞു, അതും തള്ളിക്കളഞ്ഞിട്ട് നമ്മുടെ JB വാട്സൺ പറഞ്ഞതാണ് വ്യവഹാരത്തിന്റെ ശാസ്ത്രം, അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകളുടെ അല്ലെങ്കിൽ ജീവികളുടെ വ്യവഹാരത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ ലോകവ്യാപകമായി അല്ലെങ്കിൽ യൂണിവേഴ്സലായി അക്സെപ്റ്റ് ചെയ്ത ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനഃശാസ്ത്രം എന്ന് ചോദിക്കുമ്പോഴേ നിങ്ങൾ ചെയ്യേണ്ടത് വ്യവഹാരത്തെ, ജീവികളുടെ സ്വഭാവ പെരുമാറ്റ അല്ലെങ്കിൽ സ്വഭാവത്തിന്റെ ശാസ്ത്രം അല്ലെങ്കിൽ വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് ആണ് കറക്റ്റ് ഡെഫിനിഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് മനഃശാസ്ത്രം എന്നതിനെ കുറിച്ച് കുറച്ച് വ്യക്തികൾ പറഞ്ഞ ഡെഫിനിഷൻ നോക്കാം. നേരത്തെയൊക്കെ ഇപ്പൊ ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് കേറ്ററ്റിന് എപ്പോഴും, 5-6 ഒരു 3 വർഷത്തിന് മുമ്പ് കേറ്ററ്റിന് എപ്പോഴും ചോദിക്കുന്നതാണ്, കുറച്ച് നിർവചനങ്ങൾ തരും, എന്നിട്ട് ഇത് ആരാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഒരു 2-3 വർഷമായിട്ട് ഇങ്ങനെ നിർവചനത്തെ കുറിച്ച് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്നില്ല. എന്നാലും പറയാൻ പറ്റൂല, നിങ്ങൾ കുറച്ച് നിർവചനങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പം നമ്മുടെ സ്കിന്നർ പറഞ്ഞതാണ് മനഃശാസ്ത്രം എന്നാൽ അനുഭവങ്ങളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം. നമ്മുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസിനെയും ബിഹേവിയറിനെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് സ്കിന്നർ പറഞ്ഞു. അതുപോലെ പരിസ്ഥിതിയും വ്യക്തിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് നമ്മുടെ മർഫി പറഞ്ഞു. പിന്നെ നമ്മുടെ ക്രോ പറഞ്ഞാണ് മനുഷ്യ ബന്ധങ്ങളുടെയും മനുഷ്യ വ്യവഹാരങ്ങളുടെയും പഠനമാണ് മനഃശാസ്ത്രമെന്ന് നമ്മുടെ ക്രോ പറഞ്ഞു. അപ്പൊ ഒരുപാട് നിർവചനങ്ങളിലുണ്ട്. അതില് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള 3 നിർവചനമാണ് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, അടുത്തിനി നമുക്ക് മനഃശാസ്ത്രത്തെ 2ആയിട്ട് തരംതിരിക്കാം. പ്രധാനമായിട്ട് നമ്മുടെ സൈക്കോളജിയെ 2ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? കേവല മനഃശാസ്ത്രം അല്ലെങ്കിൽ പ്യുവർ സൈക്കോളജി. അടുത്തതാണ് പ്രയുക്ത മനഃശാസ്ത്രം അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജി. അപ്പൊ കേവല മനഃശാസ്ത്രം എന്നും പ്രയുക്ത മനഃശാസ്ത്രം എന്നും മനഃശാസ്ത്രത്തെ 2ആയിട്ട് തരംതിരിക്കാം. എന്താണ് കേവല മനഃശാസ്ത്രം എന്ന് നോക്കാം, അല്ലെങ്കിൽ പ്യുവർ സൈക്കോളജി എന്ന് വെച്ചാല് മനുഷ്യനെ നമ്മളിപ്പോ പറയൂലേ പച്ചയായി പഠിക്കുന്നത്, മനുഷ്യന്റെ ഇപ്പൊ ഉദാഹരണങ്ങളാണ് ചൈൽഡ് സൈക്കോളജി, ശിശു മനഃശാസ്ത്രം, അതുപോലെ ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് വെച്ചാൽ മനുഷ്യന്റെ വികാസ ഘട്ടങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി. അതുപോലെ വ്യത്യസ്ത തരം ശിശുക്കളുടെ വളർച്ചയും വികാസവും അവരുടെ രോഗങ്ങളും അവരുടെ ഓരോരോ സ്റ്റേജസിൽ നടക്കുന്ന ഡെവലപ്മെന്റൽ ടാസ്കുകളും അതിനെ എല്ലാം മൊത്തത്തിൽ പഠിക്കുന്നതാണ് ഈ ചൈൽഡ് സൈക്കോളജി അല്ലെങ്കിൽ ശിശു മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ഒരു മനുഷ്യനെ പച്ചയായി പഠിക്കുന്നത്, അവിടെ ഒരു കലർപ്പുകളോ ഒന്നുമില്ലാതെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ജീവികളെ പിന്നെ പ്യുവറായിട്ട് ശുദ്ധമായ രീതിയിൽ പഠിക്കുന്നതാണ് കേവല മനഃശാസ്ത്രം. അടുത്ത പ്രയുക്ത മനഃശാസ്ത്രം എന്ന് വെച്ചാൽ അപ്ലൈഡ് സൈക്കോളജി. ആ വാക്കിൽ തന്നെ ഉണ്ട് അല്ലെ, അപ്ലൈ ചെയ്യും. എന്തിലെങ്കിലും ഏതെങ്കിലും ഒരു ഫീൽഡില് നമ്മുടെ മനഃശാസ്ത്രത്തെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പ്രയുക്ത മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് വിദ്യാഭ്യാസത്തിലാണ് സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്രത്തെ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. അതുപോലെ ഹെൽത്ത് സൈക്കോളജി ഉണ്ട്, സ്പോർട്സ് സൈക്കോളജി, ലീഗൽ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, ഇൻഡസ്ട്രിയൽ സൈക്കോളജി, മിലിറ്ററി സൈക്കോളജി. ഏതെങ്കിലും ഒരു ഫീൽഡിൽ നമ്മൾ സൈക്കോളജി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് പ്രയുക്ത മനഃശാസ്ത്രം എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ശിശു മനഃശാസ്ത്ര ശാഖയിൽ ഏതിൽ പെടുന്നു?
ആർക്കെങ്കിലും പറയാമോ? കേവല മനഃശാസ്ത്രം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസ മനഃശാസ്ത്രം മനഃശാസ്ത്രത്തിന്റെ ഏത് ശാഖയിലാണ് പെടുന്നത്? ഓക്കെ, വെരി ഗുഡ്. എല്ലാരും ആൻസർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ മനഃശാസ്ത്രത്തെ രണ്ടായിട്ട് തരംതിരിക്കാം. കേവല മനഃശാസ്ത്രം എന്നും പ്രയുക്ത മനഃശാസ്ത്രം എന്നും. അപ്പൊ കേവല മനഃശാസ്ത്രത്തിലാണ് നമ്മുടെ എന്താണ് ശിശു മനഃശാസ്ത്രം വരുന്നത്. അത് തെറ്റിക്കല് ഒരിക്കൽ കേട്ടിട്ടിന് ചോദിച്ചാണ്. നമ്മുടെ ശിശു മനഃശാസ്ത്രം ശിശു മനഃശാസ്ത്രം മനഃശാസ്ത്രത്തിന്റെ ഏത് ശാഖയിലാണ് വരുന്നത്? അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം മനഃശാസ്ത്രത്തിന്റെ ഏത് ശാഖയിലാണ് വരുന്നത്? അത് രണ്ടുമാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. നമ്മുടെ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി. എന്താണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം? നമ്മുടെ പീല് പറഞ്ഞതാണ്, സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ. വിദ്യാഭ്യാസത്തിന്റെ ശാസ്ത്രത്തെയാണ് വിദ്യാഭ്യാസത്തിന്റെ ശാസ്ത്രത്തെയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് നമ്മുടെ പീൽ പറഞ്ഞു. അതുപോലെ ബോധന പ്രവർത്തനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്രത്തെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് സ്കിന്നർ പറഞ്ഞു. ഒന്ന് രണ്ട് ഡെഫിനിഷൻ പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാണ്. കാണാതെ പഠിക്കേണ്ട, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ബോധന പ്രവർത്തനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്രത്തെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് നമ്മുടെ സ്കിന്നർ പറഞ്ഞു. അടുത്ത് വിദ്യാഭ്യാസത്തിന്റെ ശാസ്ത്രത്തെ മനഃശാസ്ത്രം എന്ന് പീൽ പറഞ്ഞു. അടുത്ത് ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്രത്തെ അതാണ് സ്കിന്നർ പറഞ്ഞത്. അടുത്ത് ജനനം മുതൽ വാർദ്ധക്യം വരെയുള്ള അനുഭവങ്ങളെയാണ് മനഃശാസ്ത്രം എന്ന് ക്രോ പറഞ്ഞു. അപ്പൊ ജനനം മുതൽ വാർദ്ധക്യം വരെയുള്ള മനുഷ്യരുടെ അല്ലെങ്കിൽ ജീവികളുടെ അനുഭവങ്ങളെയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് ക്രോ പറഞ്ഞു. അടുത്ത് നമ്മുടെ ഒസുബൽ പറഞ്ഞതാണ് വ്യത്യസ്ത മനഃശാസ്ത്ര ശാഖകളുടെ സങ്കലനമാണ് മനഃശാസ്ത്രം എന്ന് നമ്മുടെ ഒസുബൽ പറഞ്ഞു. അപ്പൊ ഈ ഒരു 2-3 ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്നാൽ എന്താണ്? ബോധന പ്രവർത്തനങ്ങളെ കൈകാര്യം ചെയ്യുന്ന എന്ന് വെച്ചാൽ പഠന പ്രവർത്തനങ്ങളെ, പഠനം എന്ന് വെച്ചാൽ ലേണിങ്ങും ടീച്ചിങ്ങും, പഠനവും അധ്യാപനത്തെയും കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്രത്തെയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ ഒരു ഡെഫിനിഷനിൽ ഉള്ളത്. അപ്പം ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം. മനഃശാസ്ത്രം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് റുഡോൾഫ് ഗോക്കലാണ്. അദ്ദേഹം ജർമ്മൻ തത്വചിന്തകനാണ്. പിന്നെ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? അടുത്ത് വ്യവഹാര ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? വ്യവഹാരവാദത്തിന്റെ പിതാവ് എന്ന പേരിലും JB വാട്സൺ. അടുത്ത മനഃശാസ്ത്രത്തെ രണ്ടായിട്ട് തരംതിരിക്കാന്ന് പറഞ്ഞ് കേവല മനഃശാസ്ത്രവും പ്രയുക്ത മനഃശാസ്ത്രം. അപ്പൊ നമ്മുടെ ശിശു മനഃശാസ്ത്രം എവിടെയാണ് വരുന്നത്? ഓക്കെ, വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഓക്കെ, വെരി ഗുഡ്. ഇനി എന്തെങ്കിലും ഇതിൽ പറയണോ? ഇത്രയും പഠിപ്പിച്ചതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. നമുക്ക് അടുത്തത് മനഃശാസ്ത്ര സമീപനങ്ങൾ അല്ലെങ്കിൽ അപ്രോച്ചസ് ഇൻ സൈക്കോളജി, അല്ലെങ്കിൽ മനഃശാസ്ത്ര ചിന്താധാരകൾ, അല്ലെങ്കിൽ മനഃശാസ്ത്ര വാദഗതികൾ എന്നൊക്കെ പറയും, സ്കൂൾസ് ഓഫ് സൈക്കോളജി. ഇപ്പൊ നമ്മൾ പണ്ട് കാലം മുതലേ മനഃശാസ്ത്രത്തെ കുറിച്ചുള്ള ധാരണകൾ എന്തൊക്കെ, പിന്നെ മനഃശാസ്ത്രത്തിൽ പണ്ട് മുതലേ മനുഷ്യരുടെ മനഃശാസ്ത്രത്തെ എങ്ങനെയൊക്കെയാണ് പഠിച്ചിരുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിച്ചിരുന്നത്,
ആ പണ്ട് കാലം മുതൽ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ വരെയുള്ളതാണ് ഈ മനഃശാസ്ത്ര സമീപനങ്ങൾ അല്ലെങ്കിൽ മനഃശാസ്ത്ര ചിന്താധാരകൾ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പഠിക്കാനുള്ള 7 എണ്ണം ഉണ്ട്. ഘടനാവാദം, ധർമ്മവാദം, സമഗ്രതാവാദം, വ്യവഹാരവാദം, മാനസിക അപഗ്രഥനം, മാനവികതാവാദം, ജ്ഞാനം, നിർമ്മിതിവാദം. അപ്പം ഇത്രയും ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു മിനിമം ഒരു 3 ക്വസ്റ്റ്യൻ എങ്കിലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. കാരണം ഇത് പഠിക്കുന്നതോടുകൂടി നിങ്ങൾ ഘടനാവാദത്തിൽ അതുപോലെ വ്യവഹാരവാദികൾ ആരൊക്കെ, സമഗ്രതാവാദികൾ ആരൊക്കെ, ധർമ്മവാദികൾ ആരൊക്കെ, അതുപോലെ മാനസിക അപഗ്രഥനത്തിന്റെ ആശയം എന്താണ്, മാനവികതാവാദം, എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കുന്നതോടെ തീർച്ചയായിട്ടും നിങ്ങൾ മിനിമം 3 മാർക്ക്, പക്ഷെ 5 മാർക്കാണ് ഇതിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻസും നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഈ മനഃശാസ്ത്ര സമീപനങ്ങൾ എന്ന ടോപ്പിക്ക് നല്ല മനസ്സിലാക്കി പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അടുത്തുള്ള തിയറികളും ഇതിനെ ബേസ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് മനഃശാസ്ത്ര സമീപനങ്ങൾ അല്ലെങ്കിൽ മനഃശാസ്ത്ര ചിന്താധാരകൾ പ്രധാനമായിട്ടും ഘടനാവാദം, ധർമ്മവാദം, സമഗ്രതാവാദം, വ്യവഹാരവാദം, മാനസിക അപഗ്രഥനം, മാനവികതാവാദം, ലാസ്റ്റ് ആണ് ജ്ഞാന നിർമ്മിതിവാദം വരെയാണ് ഉള്ളത്. നമുക്കിനി ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചറലിസം. ഒന്നാമത്തെ എന്താണ്? ഘടനാവാദം അല്ലെങ്കിൽ അതിനെ പറയുന്നതാണ് സ്ട്രക്ചറലിസം. അപ്പൊ ആദ്യത്തെ മനഃശാസ്ത്ര സമീപനമാണ് ഘടനാവാദം. അപ്പൊ ആദ്യത്തെ സ്കൂൾസ് ഓഫ് സൈക്കോളജിയാണ് നമ്മുടെ ഘടനാവാദം എന്ന് പറയുന്നത്. ഘടനാവാദത്തിന് തുടക്കം കുറിച്ചത് നമ്മുടെ വില്യം വൂണ്ടാണ് ഘടനാവാദത്തിന് തുടക്കം കുറിച്ചത്. അതുപോലെ എഡ്വേർഡ് ടിച്ച്നറും ഘടനാവാദത്തില് എന്താണ് നമ്മുടെ സംഭാവനകൾ നൽകി. ഇതുകൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഘടനാവാദത്തിന് തുടക്കം കുറിച്ചത് നമ്മുടെ ആരാണ്? വില്യം വൂണ്ടാണ്. പിന്നെ നമ്മുടെ എഡ്വേർഡ് ടിച്ച്നർ എന്ന് പറയുന്ന ആളും ഘടനാവാദത്തിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകി. പിന്നെ ഘടനാവാദത്തിൽ മനുഷ്യരുടെ സ്വഭാവ രീതികൾ കണ്ടെത്തിയിരുന്നത് അന്തർനിരീക്ഷണം വഴിയാണ്. അന്തർനിരീക്ഷണം അല്ലെങ്കിൽ അതിന് ഇൻട്രോസെപ്ഷൻ എന്നാണ് പറയുന്നത്. എന്താണ് അന്തർനിരീക്ഷണം? ആർക്കെങ്കിലും പറയാമോ? സ്വയം നമ്മൾ നമ്മെ തന്നെ എന്ത് ചെയ്യുക? പഠിക്കുക. അല്ലെങ്കിൽ സ്വയം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ, അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും എഴുതാൻ പറയുമ്പം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം എഴുതും. എന്നിട്ട് അത് വായിച്ചിട്ട് നിങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ കണ്ടെത്തുന്നു. അതാണ് അന്തർനിരീക്ഷണം എന്ന് പറയുന്നത്. പിന്നെ അന്തർനിരീക്ഷണം അല്ലെങ്കിൽ ഇൻട്രോസെപ്ഷൻ എന്ന് പറയുന്നത് വളരെ പഴയ കാലത്താണ്. എന്ന് വെച്ചാൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഒരു രീതിയാണ് അന്തർനിരീക്ഷണം. സ്വഭാവ വ്യക്തികളുടെ അല്ലെങ്കിൽ ജീവികളുടെ സ്വഭാവ സവിശേഷതകൾ കണ്ടെത്തുന്നതിന് ഉള്ള ഏറ്റവും പഴക്കം ചെന്ന രീതിയാണ് ഇൻട്രോസെപ്ഷൻ. അപ്പം ഘടനാവാദമാണ് ആദ്യത്തെ മനഃശാസ്ത്ര സമീപനം. ആ കാലഘട്ടങ്ങളിലാണ് അന്തർനിരീക്ഷണം ഉപയോഗിച്ചിരുന്നത്. എന്ന് വെച്ചാൽ ആ കാലഘട്ടങ്ങളിൽ വ്യക്തികൾ കള്ളവും ചതിയും അങ്ങനെ ഒന്നുമില്ല, തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അതുപോലെ അന്നത്തെ കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്യുന്നു? എക്സ്പ്രസ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ അവർ പ്രകടിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നു. പക്ഷെ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരിക്കലും ഈ അന്തർനിരീക്ഷണം വച്ച് കുട്ടികളുടെ സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ ജീവികളുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകൾ കണ്ടെത്താൻ പറ്റൂല. നിങ്ങൾക്കറിയാമല്ല, ഇപ്പൊ ഞാൻ തന്നെ ഒരു ടോപ്പിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് എഴുതി തരാൻ പറഞ്ഞാൽ നിങ്ങൾ ഇല്ലാത്തതും നിങ്ങളുടെ ഭാവനയുടെ ലോകത്ത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ഇല്ലാത്തതും കൂടെ എഴുതി ഫലിപ്പിക്കും. അപ്പൊ ഒരിക്കലും കൃത്യമായ രീതിയിൽ സ്വഭാവ സവിശേഷതകളെ കണ്ടെത്താൻ പറ്റൂല. അതുകൊണ്ട് ആ ഘടനാവാദത്തോടു കൂടി ഈ അന്തർനിരീക്ഷണം എന്ത് ചെയ്തു? പൂർണ്ണമായിട്ടും. പിന്നെ അടുത്ത് വന്നതിൽ ചെറുതായിട്ട് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ ഘടനാവാദത്തിലാണ് ഏറ്റവും കൂടുതൽ അന്തർനിരീക്ഷണം ഉപയോഗിച്ചത്. അത് കഴിഞ്ഞ് വന്നിട്ടുള്ള വാദഗതികളിലൊന്നും അന്തർനിരീക്ഷണത്തിന് പ്രാധാന്യം ഇല്ലായിരുന്നു.
അടുത്ത് മനഃശാസ്ത്രത്തിന്റെ പിതാവെന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഞാൻ നേരത്തെ വില്യം വൂണ്ടിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട്. വില്യം വൂണ്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം വില്യം വൂണ്ടാണ് ഘടനാവാദത്തിന് തുടക്കം കുറിച്ചത്. അടുത്ത് മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിലും വില്യം വൂണ്ടിനെ അറിയപ്പെടുന്നു. അടുത്ത് മനഃശാസ്ത്രത്തിന് ഒരു വ്യക്തമായ ഘടന നൽകിയതും ആരാണ്? വില്യം വൂണ്ട് ആണ്. ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചതും ആരാണ്? വില്യം വൂണ്ടാണ്. എവിടെയാണ്? ജർമ്മനിയിലെ ലിപ്സിക് സർവകലാശാലയിൽ 1879 ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചതും വില്യം വൂണ്ട് ആണ്. അടുത്ത് മനുഷ്യ സ്വഭാവത്തെ കൃത്യനിഷ്ഠയോടെ അളന്നതും ആരാണ്? വില്യം വൂണ്ട് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. വില്യം വൂണ്ടിനെ കുറിച്ച് കുറെ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് ഘടനാവാദത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഘടനാവാദത്തിന് തുടക്കം കുറിച്ചത് വില്യം വൂണ്ടാണ്. മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. മനഃശാസ്ത്രത്തിന് ഒരു ഘടന നൽകിയത് വില്യം വൂണ്ടാണ്. ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചതും അദ്ദേഹമാണ്. എവിടെയാണ്? ലിപ്സിഗ്, ജർമ്മനിയിലെ ലിപ്സിഗ് സർവകലാശാലയിൽ 1879 ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചതും വില്യം വൂണ്ടാണ്. അതുകൂടാതെ മനുഷ്യ സ്വഭാവത്തെ കൃത്യനിഷ്ഠതയോടെ അളന്നതും ആരാണ്? വില്യം വൂണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് വില്യം വൂണ്ടിനെ കുറിച്ച് ഉള്ളത്. പിന്നെ നമ്മുടെ ഈ ഘടനാവാദം എന്തെന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിനെ ഘടകങ്ങൾ, സ്ട്രക്ചർ, അതാണ് ഘടകങ്ങളായി വിഭജിക്കാമെന്നും മനസ്സിനെ ആശയങ്ങൾ, ഈ ഘടകങ്ങളിൽ നിന്നാണ് ആശയങ്ങളും വികാരങ്ങളും ഉണ്ടാകുന്നു എന്നുള്ള വാദമാണ് ഘടനാവാദം. അപ്പോൾ മനുഷ്യ മനസ്സിനെ ഘടകങ്ങളായി വിഭജിക്കാമെന്നാണ് നമ്മുടെ ഘടനാവാദത്തില് പറയുന്നത്. ഇത്രയാണ് ഘടനാവാദത്തിൽ. വളരെ ഈസിയാണ്, ശ്രദ്ധിച്ചിരുന്നവർക്കെല്ലാം നല്ലതായിട്ട് മനസ്സിലായി കാണും. അപ്പൊ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. ആദ്യത്തെ മനഃശാസ്ത്ര സമീപനമാണ് ഘടനാവാദം. വില്യം വൂണ്ടാണ് തുടക്കം കുറിച്ചത്. ഘടനാവാദത്തിൽ അന്തർനിരീക്ഷണം വഴിയാണ് വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകൾ കണ്ടെത്തിയത്. മനഃശാസ്ത്രത്തിന്റെ പിതാവെന്ന പേരിലും വില്യം വൂണ്ടിനെ അറിയപ്പെടുന്നു. മനഃശാസ്ത്രത്തിന് ഒരു ഘടന അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ നൽകിയതും വില്യം വൂണ്ടാണ്. ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചതും നമ്മുടെ വില്യം വൂണ്ടാണ്. 1879 ജർമ്മനിയിലെ ലിപ്സിക് സർവകലാശാലയിലാണ് ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത്. അതുകൂടാതെ മനുഷ്യ സ്വഭാവത്തെ കൃത്യനിഷ്ഠതയോടെ അളന്നതും ആരാണ്? നമ്മുടെ വില്യം വൂണ്ട് ആണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഘടനാവാദത്തില് പഠിക്കാൻ ഉള്ളത്. അടുത്തിനി രണ്ടാമത്തെ, ഇത്രയും മനസ്സിലായോ? ഇതൊന്ന് ഘടനാവാദം എന്തെന്ന് ഓക്കെ. അടുത്ത അടുത്ത് രണ്ട് ായിട്ടാണ് ഘടനാവാദത്തിൽ. ഇതിൽ വരുമ്പം മനസ്സിന്റെ പ്രവർത്തനത്തിനാണ് പ്രാധാന്യം. നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനാണ് ഇമ്പോർട്ടൻസ് ധർമ്മവാദത്തിൽ. ഇന്ന് നിലവിലുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന വാദവും ധർമ്മവാദം. ഞാൻ പറഞ്ഞു, നമ്മുടെ ഇതിനു മുമ്പ് പഠിച്ച ഘടനാവാദം ആ കാലഘട്ടത്തോടുകൂടി അങ്ങ് സ്റ്റോപ്പായി, നിർത്തി. പിന്നെ അതില് ഒരു കാര്യം പിന്നീട് നമ്മുടെ വിദ്യാഭ്യാസത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മനഃശാസ്ത്രത്തിലോ പ്രായോഗികമായി കൊണ്ടുവരാൻ പറ്റിയില്ല. പക്ഷെ ധർമ്മവാദത്തിലെ ചില കാര്യങ്ങൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന വാദമാണ് ധർമ്മവാദം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ധർമ്മവാദം നോക്കാം. പരിസരവുമായി ഇണങ്ങിപ്പോകാൻ മനസ്സിനെയും അതുവഴി ജീവിയെയും. അപ്പൊ ഏതൊരു സാഹചര്യത്തിലും ആ സാഹചര്യവുമായി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ
ഒരു ജീവിയെ സഹായിക്കുന്നതിനെയാണ് നമ്മൾ ധർമ്മവാദം, സഹായിക്കുന്ന മനസ്സിന്റെ ധർമ്മത്തെ. ഇപ്പൊ നിങ്ങളെ ഏതൊരു സിറ്റുവേഷനിൽ കൊണ്ടു നിർത്തിയാലും നിങ്ങൾ അവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നിങ്ങളുടെ സ്വഭാവ രീതി അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവ സവിശേഷത എന്നാണ് ഈ ധർമ്മവാദത്തിലെ അവര് വിശ്വസിച്ചിരുന്നത്. ധർമ്മവാദത്തിന് തുടക്കം കുറിച്ചത് വില്യം ജെയിംസ് ആണ്. ആരാണ്? വില്യം ജെയിംസ് ആണ് ധർമ്മവാദത്തിന് തുടക്കം കുറിച്ചത്, അല്ലെങ്കിൽ ധർമ്മവാദത്തിന്റെ പിതാവ് എന്ന പേരില് അറിയപ്പെടുന്നത് വില്യം ജെയിംസ് ആണ്. അടുത്ത് ധർമ്മവാദത്തിന്റെ പഠന വിഷയങ്ങൾ. ധർമ്മവാദത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് പഠനത്തിനും ഓർമ്മ, പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കുന്നതിനും, പ്രചോദനം, മോട്ടിവേഷൻ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് പ്രചോദനം നൽകുന്നതിനും, പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ പ്രശ്ന അപഗ്രഥനത്തിനുമാണ് പഠനവാദത്തിൽ ധർമ്മവാദത്തിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് നൽകിയത്. ഈ ഒരു സെന്റൻസ് ഇട്ടതെന്ന് വെച്ചാൽ ഒരിക്കൽ കേട്ടിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പഠനം, ഓർമ്മ, പ്രചോദനം, അല്ലെങ്കിൽ എന്താണ് പഠനം, പ്രചോദനം, പ്രശ്ന അപഗ്രഥനം എന്ന് പറഞ്ഞിട്ട് വേറൊരു പദം തന്നിട്ട് ഇതില് ധർമ്മവാദത്തിൽ ഇല്ലാതിരുന്ന പഠന വിഷയം ഏതാണെന്ന് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പഠനം, ഓർമ്മ, പ്രചോദനം, പ്രശ്ന അപഗ്രഥനം എന്നീ ധർമ്മങ്ങളായിരുന്നു ധർമ്മവാദത്തിലെ പഠന വിഷയങ്ങൾ. ഓക്കെ, ധർമ്മവാദത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? വില്യം ജെയിംസ്. ഓക്കെ, വില്യം ജെയിംസിനെ ധർമ്മവാദത്തിന്റെ ഉദ്ഘാടകൻ എന്ന പേരിലും അറിയപ്പെടുന്നു. എന്താണ് ധർമ്മവാദത്തിന്റെ ഉദ്ഘാടകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? വില്യം ജെയിംസിനാണ്. അടുത്ത് നമ്മുടെ ധർമ്മവാദത്തെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ നമ്മുടെ എഡ്യൂക്കേഷനിലോട് കൊണ്ടുവന്നത് ജോൺ ഡൂയിയാണ്. ആരാണ്? ജോൺ ഡൂയിയാണ്. ജോൺ ഡൂയിയെ ധർമ്മവാദത്തിന്റെ വക്താവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ധർമ്മവാദത്തെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ വിദ്യാഭ്യാസത്തിലോട്ട് കൊണ്ടുവന്നത് ജോൺ ഡൂയിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ധർമ്മവാദത്തിന്റെ വക്താവ് എന്ന പേരില് അറിയപ്പെടുന്നു. പിന്നെ നമ്മുടെ ആദ്യത്തെ മനഃശാസ്ത്ര ഗ്രന്ഥം എന്ന് വെച്ചാൽ നമ്മുടെ സൈക്കോളജിയിലെ ഫസ്റ്റ് ബുക്കാണ്. സൈക്കോളജിയിലെ ആദ്യത്തെ ബുക്ക് ഇപ്പൊ PSC എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിലെ ആദ്യത്തെ ബുക്കാണ് മനഃശാസ്ത്ര തത്വങ്ങൾ എന്ന ഗ്രന്ഥം അല്ലെങ്കിൽ ബുക്ക്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന ബുക്ക് രചിച്ചതും ആരാണ്? നമ്മുടെ വില്യം ജെയിംസ് ആണ്. 1890 നമ്മുടെ ആദ്യത്തെ മനഃശാസ്ത്ര ഗ്രന്ഥം അല്ലെങ്കിൽ ആദ്യത്തെ മനഃശാസ്ത്ര പുസ്തകമായ മനഃശാസ്ത്ര തത്വങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചതും ആരാണ്? വില്യം ജെയിംസ്. ഓക്കെ, ഒരിക്കൽ കൂടെ നമുക്ക് വില്യം ജെയിംസിന്റെ പ്രത്യേകതകൾ പഠിക്കാം. അപ്പം ധർമ്മവാദത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ധർമ്മവാദത്തിന് തുടക്കം കുറിച്ചത് വില്യം ജെയിംസ് ആണ്. ധർമ്മവാദത്തിന്റെ ഉദ്ഘാടകൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെ ആദ്യത്തെ മനഃശാസ്ത്ര ഗ്രന്ഥമായ മനഃശാസ്ത്ര തത്വങ്ങൾ എന്ന ബുക്ക് അല്ലെങ്കിൽ ഗ്രന്ഥം രചിച്ചത് വില്യം ജെയിംസ് ആണ് 1890. പിന്നെ ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന വാദം ഏതാണ്? അല്ലെങ്കിൽ മനഃശാസ്ത്ര സമീപനം ഏതാണ്? ധർമ്മവാദത്തിലെ പഠന വിഷയങ്ങൾ ഏതൊക്കെയാണ്? പഠനം, പ്രചോദനം, പ്രശ്ന അപഗ്രഥനം. വെരി ഗുഡ്. ധർമ്മവാദത്തെ കുറിച്ച്, ഫങ്ഷണലിസത്തെ കുറിച്ച് ഇതാണ് പ്രധാനം. പിന്നെ ഇതിൽ നിങ്ങൾ ഓർക്കേണ്ടതാണ്, ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന വാദമാണ് ധർമ്മവാദം. പിന്നെ അതിലെ പഠന വിഷയങ്ങളെ കുറിച്ച് ഓർക്കുക. പിന്നെ നമ്മുടെ ധർമ്മവാദത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വില്യം ജെയിംസിനെയാണ്. അദ്ദേഹത്തെ ധർമ്മവാദത്തിന്റെ ഉദ്ഘാടകൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ആദ്യത്തെ മനഃശാസ്ത്രത്തിലെ ബുക്കായ മനഃശാസ്ത്ര തത്വങ്ങൾ എന്ന ഗ്രന്ഥം 1890 രചിച്ചതും വില്യം ജെയിംസ് ആണ്. പിന്നെ ഈ നമ്മുടെ ധർമ്മവാദത്തെ വിദ്യാഭ്യാസത്തിലോട്ട് കൊണ്ടുവന്നത് ജോൺ ഡൂയിയാണ്. ധർമ്മവാദത്തിന്റെ വക്താവ് എന്ന പേരിൽ ജോൺ ഡൂയി അറിയപ്പെടുന്നു. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഇനി പറയണോ? നമ്മൾ പഠിച്ച ഘടനാവാദവും ധർമ്മവാദവും എല്ലാവർക്കും മനസ്സിലായോ?
അടുത്തതിലോട്ട് പോവാം. അടുത്തത് സമഗ്രതാവാദം അല്ലെങ്കിൽ ഇതിനെ ഗസ്റ്റാൾഡിസം എന്ന് പറയുന്നു. സമഗ്രതാവാദം അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഗസ്റ്റാൾഡിസം. സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് മാക്സ് വെർത്തീമർ ആണ്. ആരെയാണ് അറിയപ്പെടുന്നത്? മാക്സ് വെർത്തീമർ. ഉപജ്ഞാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് മാക്സ് വെർത്തീമർ ആണ്. പിന്നെ മാക്സ് വെർത്തീമറോട് കൂടെ നിന്നവരാണ് കോഹ്ലറും കാഫ്കയും. കാഫ്കയും കൂടെ നിന്ന്. അപ്പൊ ഇവരെ മൂന്നുപേരെയും ചേർത്താണ് സമഗ്രതാവാദ മനഃശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് എന്ന പേരിലും അറിയപ്പെടുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കും, ഇവര് രണ്ടുപേരെ ആരെങ്കിലും പേര് തന്നിട്ടോ അല്ലെങ്കിൽ മൂന്നുപേരെയും വേറൊരാളെ പേര് തന്നിട്ട് ഇതില് സമഗ്രതാവാദ മനഃശാസ്ത്രജ്ഞരല്ലാത്തത് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങളത് ഈ 3 ഓപ്ഷൻ വെച്ച് എഴുതിക്കൊള്ളണം. ഓക്കെ, മാക്സ് വെർത്തീമർ ആണ്. കാരണം ഇവര് മൂന്നുപേരിൽ ഏറ്റവും കൂടുതൽ ഈ സമഗ്രതാവാദത്തെ കുറിച്ച് പഠിച്ചതും ഇതിന് സംഭാവന നൽകിയതും മാക്സ് വെർത്തീമർ ആണ്. അതുകൊണ്ട് അദ്ദേഹത്തെയാണ് സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ ഈ മാക്സ് വെർത്തീമറിന്റെ കൂടെ നിന്ന് ജോലി ചെയ്യാൻ സഹായിച്ചതൊക്കെയാണ് നമ്മുടെ കോഹ്ലറും കാഫ്കയും. അപ്പൊ ഇവരെ മൂന്നുപേരെയാണ് സമഗ്രതാവാദ മനഃശാസ്ത്രജ്ഞരെന്ന് പറയുന്നു. അടുത്ത് ഈ സമഗ്രതാവാദത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഒരു പ്രതിഭാസത്തിന്റെ സമഗ്രമായ അനുഭവമാണ് പ്രത്യക്ഷണത്തിന് അടിസ്ഥാനം. എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു കാര്യം അല്ലെങ്കിൽ ഏതൊരു പ്രശ്നവും നോക്കി കാണുമ്പം എന്ത് ചെയ്യണം? ഒരു ചെറിയ ചെറിയ ഭാഗമായിട്ടല്ല നോക്കി കാണേണ്ടത്, മുഴുവനായിട്ട് നോക്കി കാണണം. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലെ രണ്ട് ബാച്ച് കുട്ടികൾ തമ്മിൽ ഭയങ്കര അടിയാണ്. അപ്പൊ നിങ്ങൾ ഒരു ക്ലാസ് ടീച്ചർ എന്ന നിലയിൽ അവിടെ പോയിട്ട് ഒരു ബാച്ചിലെ കുട്ടികളെ മാത്രം മാറ്റി നിർത്തി അവരെ കാര്യം മാത്രം കേട്ടിട്ട് അതിനെ സോൾവ് ചെയ്യണത് നല്ലതാണോ? അല്ല, നമ്മൾ രണ്ടുപേരോടെയും പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ട് മുഴുവനായിട്ട് എന്താണ് ആ കാര്യമെന്ന് മനസ്സിലാക്കിയിട്ട് അതൊരു സൊല്യൂഷൻ നൽകിയാൽ തീർച്ചയായിട്ടും അതിനൊരു നല്ലൊരു ഒരു സൊല്യൂഷൻ ആയിരിക്കും കിട്ടുന്നത്. ഇതുപോലെയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പ്രതിഭാസത്തിന്റെ സമഗ്രം എന്ന് വെച്ചാൽ മുഴുവനായ അനുഭവമാണ് പ്രത്യക്ഷണത്തിന് അടിസ്ഥാനമെന്ന് സിദ്ധാന്തിക്കുന്നതാണ് സമഗ്രതാവാദം. നിങ്ങൾ പഠിച്ചു ചിമ്പാൻസി അല്ലെ? നമ്മുടെ ചിമ്പാൻസി സുൽത്താൻ എന്ന ചിമ്പാൻസിയിൽ ഇവര് പരീക്ഷണം നടത്തി. നമ്മുടെ ചിമ്പാൻസിയിൽ പരീക്ഷണം നടത്തിയപ്പം ഒരു കൂടല്ല ഒരു മുറിയില് ഒരു സെന്ററില് ഒരു പഴക്കുല തൂക്കിയിട്ടിട്ട് വിശന്ന് തളർന്ന ചിമ്പാൻസിയെ ആ മുറിയിലേക്ക് വിടുകയാണ്. അപ്പൊ ചിമ്പാൻസി കുറെ നേരം ചാടിയും ഓടിയും നല്ല രീതിയിൽ ശ്രമിച്ചു നോക്കി, പഴം കിട്ടിയില്ല. അങ്ങനെ ചിമ്പാൻസി ചെന്ന് വിഷമിച്ച് അവിടെ ഒരു ജനൽ ഒരു വിൻഡോയുടെ അടുത്ത് ചെന്നിരുന്നപ്പോഴാണ് പെട്ടെന്ന് ചിമ്പാൻസിയുടെ മനസ്സിൽ ഒരു ഐഡിയ, ഒരു പുതിയ ആശയം രൂപം കൊണ്ടു. അപ്പൊ പെട്ടെന്ന് നമ്മളിപ്പോ എക്സാം ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ പ്രശ്നത്തിലിരിക്കുമ്പോഴും ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്ന് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഒരു മിന്നല് പോലെ ഒരു ഐഡിയ വരും. ഈ ഐഡിയയാണ് ഇൻസൈറ്റ് അല്ലെങ്കിൽ അന്തർദൃഷ്ടി എന്ന് പറയുന്നത്. അന്തർദൃഷ്ടി എന്ന് വെച്ചാൽ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു, നമ്മൾ പറയില്ലേ മൂന്നാം കണ്ണ് എന്നൊക്കെ, എന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഐഡിയ. ചിലപ്പോ അത് പോസിറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കാം, നല്ലതായിരിക്കാം ചീത്തയായിരിക്കാം. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ എക്സാം ഹാളിൽ ഒരുപാട് നേരം പഠിച്ചു കൊണ്ടുപോയി മറന്നുപോയി ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വാക്കെങ്കിലും നമ്മുടെ ഓർമ്മയിൽ വരുന്നു. അതിനെയൊക്കെയാണ് അന്തർദൃഷ്ടി അല്ലെങ്കിൽ ഇൻസൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ചിമ്പാൻസി എന്ന് വെച്ചാൽ ഉയർന്ന തരം ജീവികളിൽ മാത്രമേ, ഉയർന്ന തരം ജീവികൾ ആരൊക്കെയാണ്? ഹയർ ലെവൽ അനിമൽസ് ആരൊക്കെയാണ്? മനുഷ്യൻ മാത്രമേ ഉള്ളൂ? ചിമ്പാൻസി, ചിമ്പാൻസിയും മനുഷ്യരും പിന്നെ ഇപ്പോഴും നമ്മൾ ഡോൾഫിനെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ? ചിമ്പാൻസിയും മനുഷ്യരും പിന്നെ നമ്മുടെ ഡോൾഫിൻ, ഇവരെയാണ് ഉയർന്ന തരം ജീവികൾ അല്ലെങ്കിൽ ഹയർ ലെവൽ അനിമൽസ് എന്ന് പറയുന്നത്. ഇവർക്ക് മാത്രമാണ് ഈ ചിന്തിക്കാനും ഒരു പ്രശ്നത്തെ പരിഹരിക്കാനുമുള്ള കഴിവുള്ളത്.
എന്നുവെച്ചാൽ ബുദ്ധി വൈജ്ഞാനികമായി എന്താണ് ചിന്തിക്കാനും ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാനുള്ള കഴിവുള്ളത്. താഴ്ന്ന തരം ജീവികൾ ആരൊക്കെ ആയിരിക്കും അപ്പോഴേ? ആരൊക്കെ ആയിരിക്കാം താഴ്ന്ന തരം ജീവികൾ? ഉയർന്ന തരം ജീവികൾ മൂന്നെണ്ണമാണെന്ന് പറഞ്ഞു. അപ്പൊ ബാക്കി ഉള്ള ജീവികളെ എല്ലാം ലോവർ ലെവൽ അനിമൽസ് എന്നാണ് പറയുന്നത്. അപ്പം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ശ്രമപരാജയങ്ങൾ വഴിയാണ്. എന്നുവെച്ചാൽ ട്രയൽ ആൻഡ് എറർ എന്ന് വെച്ചാൽ ഒരിക്കൽ ശ്രമിക്കും, കിട്ടൂല, വീണ്ടും ശ്രമിക്കും, ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടൂല. പക്ഷേ ഉയർന്ന തരം ജീവികൾ ഒരിക്കലും ശ്രമപരാജയങ്ങൾ വഴിയല്ല, അവർ ചിന്തിച്ചാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ പരിഹരിച്ചാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ കുറെ ദിവസം കഴിഞ്ഞ് എവിടെ ടൂറിന് പോയിട്ട് വീട്ടിൽ വരെയാണ്, വിശന്ന് തളർന്നു വരെയാണ്. അപ്പൊ വീട്ടിൽ വന്നപ്പോൾ കുറച്ച് അരിയും കുറച്ച് വെജിറ്റബിളും ഇരിക്കുന്നുണ്ട്. നിങ്ങൾ പച്ചയോടെ അത് കഴിക്കുവോ? എടുത്ത് കഴിക്കോ പച്ചയോടെ? ഇല്ല. അതോ നിങ്ങൾ ഇങ്ങനെ അങ്ങനെ ഇരിക്കോ? ഇത് പച്ചയോടെ കഴിക്കണോ, എന്ത് ചെയ്യണോന്ന് അല്ലേ നമ്മൾ ചിന്തിക്കും. ഇനി ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ? അതാണ് നമ്മുടെ ചിന്തനം. അവിടെയുള്ള ആ പ്രോബ്ലത്തെ എന്ത് ചെയ്യും? നമ്മൾ സോൾവ് ചെയ്യും. നമുക്ക് വിശക്കെയാണ്, സാധനമുണ്ട്, അതിനെ കുക്ക് ചെയ്ത് കഴിക്കണം എന്നുള്ള ഒരു ചിന്തയും ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനും ഹയർ ലെവൽ അനിമൽസിന് മാത്രമേ കഴിയൂ. ഇപ്പൊ പൂച്ച, പട്ടിയൊക്കെ ഇങ്ങനെ അരിയും വെജിറ്റബിളും ഇരിക്കുന്നു, അവര് പച്ചയോടെ എടുത്ത് കഴിക്കുവോ? അവര് കഴിക്കുകയില്ല. അവർക്ക് കുക്ക് ചെയ്യാനും അറിഞ്ഞുകൂടാ. എവിടെ നിന്നെങ്കിലും ഇങ്ങനെ കുക്ക് ചെയ്തതോ അവര് കഴിക്കുന്ന ആഹാരങ്ങളോ കിട്ടാൻ അവര് ശ്രമിക്കും. ചിലപ്പോൾ ഫെയിൽ ആവും, ചിലപ്പോൾ അവർക്ക് കിട്ടും. പക്ഷെ നമ്മൾ ഹയർ ലെവൽ അനിമൽസ് അല്ലെങ്കിൽ ഉയർന്നതരം ജീവികൾ എപ്പോഴും പ്രോബ്ലം സോൾവിങ് വഴിയും തിങ്കിങ് വഴി, അതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട, ചിന്തനം വഴിയും പ്രശ്ന പരിഹരണം വഴിയുമാണ് ഉയർന്നതരം ജീവികളായ മനുഷ്യരും ചിമ്പാൻസിയും അവരുടെ എന്താണ് ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. അപ്പൊ അങ്ങനെ ചിമ്പാൻസി ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചിമ്പാൻസിക്ക് പെട്ടെന്നൊരു ഐഡിയ മനസ്സിൽ വന്നു. അപ്പൊ ചിമ്പാൻസി എന്ത് ചെയ്തു? ആ റൂം ഫുൾ എന്ത് ചെയ്തു? സെർച്ച് ചെയ്തു, നോക്കി, മൊത്തം നോക്കി. ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടല്ല നോക്കിയത്, മൊത്തത്തിൽ നോക്കിയപ്പോഴാണ് അവിടെ ബോക്സും റെക്ടാംഗിൾ ആയിട്ടുള്ള ബോക്സും സ്റ്റിക്കും വടിയും കിടക്കുന്നത് കണ്ടത്. അപ്പം ഇതിൽ നിന്നാണ് നമ്മുടെ മാക്സ് വെർത്തീമർ പറഞ്ഞത്. അപ്പൊ അവന് മനസ്സിലായി എന്തായാലും ഈ ബോക്സും വടിയും എടുത്ത് പഴം കയറി നിന്ന് ഒരുപാട് പ്രാവശ്യം ശ്രമിച്ച് അത് ഈ തിയറി നമുക്ക് പഠിക്കാനുണ്ട്. ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റിലെ ആ തിയറി, ഇൻസൈഡ് ലേണിംഗ് ഫുൾ തിയറി പഠിക്കാനുണ്ട്. അത് പഠിക്കുമ്പോൾ ഞാൻ ഈ പരീക്ഷണം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം ചിമ്പാൻസി എന്ത് ചെയ്തു? ആ ജനലിന്റെ അടുത്ത് ചെന്നിരുന്നു. ഒരു ചെറിയ ഭാഗങ്ങൾ മാത്രമല്ല നോക്കി, ആ മുറി മൊത്തത്തിലാണ് നിരീക്ഷിച്ചപ്പോഴാണ് ഒരു പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ഒരു ഐഡിയ ചിമ്പാൻസിക്ക് കിട്ടിയത്. അതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ പാർട്ട് ഘട്ടം ഘട്ടമായിട്ടല്ല നോക്കേണ്ടത്, മുഴുവനായിട്ട് നോക്കി കാണണം എന്നാണ് നമ്മുടെ ഈ തിയറിയിലെ ബേസിക് ആശയം അല്ലെങ്കിൽ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഹോൾ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ പാർട്ട്. ഇങ്ങനെ തന്നെ തന്നിട്ട് ഇതാ ഏതിലെ ആശയമാണ് അല്ലെങ്കിൽ ഏത് വാദത്തിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഹോൾ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ പാർട്ട്. പാർട്ടിനെക്കാളും പ്രാധാന്യമാണ് ഏതിന്? ഹോളിന് എന്ന് വെച്ചാൽ മുഴുവന്, സമഗ്ര. അതുകൊണ്ടാണ് സമഗ്രതാവാദം എന്ന പേരും കിട്ടിയത്. അടുത്ത 1880 1943 കാലഘട്ടം വരെയാണ് ഈ സമഗ്രതാവാദം നിലനിന്നിരുന്നത്. നമ്മുടെ 1940 മുതൽ 1943 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് സമഗ്രതാവാദം നിലനിന്നിരുന്നത്. പിന്നെ അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം അല്ലെങ്കിൽ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് തിയറി, അല്ലെങ്കിൽ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് തിയറി ഉടലെടുത്തതും സമഗ്രതാവാദത്തിൽ
നിന്നാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ സമഗ്രതാവാദം. ഇതിൽ പ്രധാനമായിട്ട് നോക്കേണ്ടത് സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ പിതാവ് എന്നറിയപ്പെടുന്ന മാക്സ് വെർത്തീമർ ആണ്. അയാളെ കൂടെ കോഹ്ലറും കാഫ്കയും ഉണ്ട്. ഇവരെ മൂന്നുപേരെയും ചേർത്തുകൊണ്ട് പറയുന്ന പേരാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സമഗ്രതാവാദ മനഃശാസ്ത്രജ്ഞൻ. പിന്നെ ഈ സമഗ്രതാവാദത്തിന്റെ പ്രധാന ആശയം എന്ന് പറയുന്നത് ഒരു പ്രതിഭാസത്തിന്റെ സമഗ്രമായ അനുഭവമാണ് നമ്മുടെ പ്രത്യക്ഷത്തിന് അടിസ്ഥാനം എന്നതാണ് സമഗ്രതാവാദം. അല്ലെങ്കിൽ ഹോൾ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ പാർട്ട്. പിന്നെ അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം ഉടലെടുത്തതും സമഗ്രതാവാദത്തിൽ നിന്നാണ്. ഇത്രയാണ് സമഗ്രതാവാദത്തില് പഠിക്കാനുള്ളത്. ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും നീ ഇതില് ഇല്ല, ഡൗട്ട് ഇല്ല മാം. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. ഓക്കെ, അടുത്ത വ്യവഹാരവാദം അല്ലെങ്കിൽ ബിഹേവിയറിസം എന്നാണ് പറയുന്നത്. വ്യവഹാരവാദം അല്ലെങ്കിൽ ബിഹേവിയറിസം. ഇതിനെ വർത്തനവാദം എന്നും ചേഷ്ടവാദം എന്നും രണ്ട് പേരുകളിൽ അറിയപ്പെടുന്നു. നമ്മുടെ വ്യവഹാരവാദത്തെ വർത്തനവാദം എന്ന് വെച്ചാൽ പുതിയ ഒരു വർത്തനവാദം എന്നും ചേഷ്ടവാദം. ഈ ചേഷ്ടവാദം എന്നൊക്കെ ഓപ്ഷനിലുണ്ട്. അതുകൊണ്ട് 2-3 പേര് നിങ്ങൾ പഠിക്കുക. വ്യവഹാരവാദം, വർത്തനവാദം, ചേഷ്ടവാദം എന്ന പേരിൽ അറിയപ്പെടുന്നു. വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് JB വാട്സൺ ആണ്. പിന്നെ അതിന്റെ വക്താക്കൾ JB വാട്സന്റെ കൂടെ നിന്നതാണ് പാവ്ലോവ്, തോണ്ടേക്ക്, സ്കിന്നർ. അപ്പൊ വ്യവഹാരവാദികൾ എന്ന പേരിൽ ഇവരെ 3 പേരെ അറിയപ്പെടുന്നു. പാവ്ലോവ്, തോണ്ടേക്ക്, സ്കിന്നർ ഇവരാണ് ഇതിന്റെ കൂടെ വ്യവഹാരവാദികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വ്യവഹാരവാദത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് JB വാട്സൺ ആണ്. പിന്നെ വർത്തനവാദം എന്നും ചേഷ്ടവാദം എന്ന പേരിലും അറിയപ്പെടുന്നു. ഇനി നിങ്ങൾ ഓർക്കേണ്ടത് എസ് ആർ എന്ന് എവിടെ കണ്ടാലും നിങ്ങൾ ആരെ ഓർക്കണം? വ്യവഹാരത്തെയാണ് ഓർക്കേണ്ടത്. നമ്മുടെ വ്യവഹാരത്തിലാണ്, വ്യവഹാരവാദത്തിൽ അല്ലെങ്കിൽ വ്യവഹാര സിദ്ധാന്തങ്ങളിലെ എല്ലാമാണ് ചോദക പ്രതികരണം ബന്ധം. അപ്പം പഠനം എന്നത് ചോദക പ്രതികരണ ബന്ധത്തിൽ അധിഷ്ഠിതമാണ് എന്ന് വാദിക്കുന്ന വാദം ഏതാണ്? വ്യവഹാരം. നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് SR എന്ന് കണ്ടാലേ എന്താണ് വ്യവഹാര സിദ്ധാന്തവും വ്യവഹാരവാദത്തിലാണ് SR. ചോദക പ്രതികരണങ്ങളെല്ലാം ഒരു ചോദകം കൊടുക്കുമ്പോൾ പ്രതികരണം കിട്ടുന്നു എന്ന് പ്രസ്താവിക്കുന്നതാണ് വ്യവഹാരവാദം. പിന്നെ വ്യവഹാരവാദത്തിൽ ജീവികളുടെ വ്യവഹാരത്തിനാണ് പ്രാധാന്യം. വ്യവഹാരവാദത്തിൽ ജീവികളുടെ വ്യവഹാരത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. പിന്നെ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. മനസ്സും ആത്മാവും പരാമർശിപ്പിക്കപ്പെടാത്ത ഒരേ ഒരു വാദമാണ് അല്ലെങ്കിൽ ഒരേ ഒരു ചിന്താധാരയാണ് വ്യവഹാരവാദം. ഈ വ്യവഹാരവാദത്തില് വെറും വ്യവഹാരത്തെ, സ്വഭാവ ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റ രീതികളെ കുറിച്ച് മാത്രമേ അല്ലെങ്കിൽ സ്വഭാവങ്ങളെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിനെ കുറിച്ചോ ആത്മാവിനെ കുറിച്ചോ ഒന്നും വ്യവഹാരവാദത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പം മനസ്സും ആത്മാവും പരാമർശിക്കപ്പെടാത്ത ഒരേ ഒരു മനഃശാസ്ത്ര ചിന്താധാരയാണ് ഏത്? ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. ഓക്കെ, വെരി ഗുഡ്. ഇനിയും ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. വ്യവഹാരവാദം എന്ന് പറഞ്ഞാൽ അതിനെ പറയുന്ന വേറൊരു പേരാണ് വർത്തനവാദം എന്നും ചേഷ്ടവാദം എന്നും ബിഹേവിയറിസം എന്നും പറയുന്നു. വ്യവഹാരവാദത്തിന്റെ പിതാവാണ് JB വാട്സൺ. പിന്നെ JB വാട്സന്റെ കൂടെ നിന്ന് പിന്നെ പരീക്ഷണങ്ങളെല്ലാം നടത്തിയതും പിന്നെ സംഭാവനകൾ നൽകിയതും പാവ്ലോവ്, തോണ്ടേക്ക്, സ്കിന്നർ. അപ്പം പാവ്ലോവ്, തോണ്ടേക്ക്, സ്കിന്നറും വാട്സനെയും വ്യവഹാരവാദികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം അടുത്ത് ചോദക പ്രതികരണം. പഠനം എന്നത് പറയുന്നത് ഇവിടെ ചോദക പ്രതികരണ ബന്ധമാണ്. ഇതാണ് വ്യവഹാരവാദത്തിൽ പറയുന്നത്. പിന്നെ വ്യവഹാരവാദത്തിൽ ജീവികളുടെ വ്യവഹാരത്തിനാണ് പ്രാധാന്യം. പിന്നെ മനസ്സും ആത്മാവിനെയും ഒരിക്കലും പറയാത്ത മനഃശാസ്ത്ര ചിന്താധാരയാണ് വ്യവഹാരവാദം. ഇത്രയാണ് ഇതിലുള്ളത്. ഓക്കെ, അടുത്തത് മാനസിക അപഗ്രഥനം അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ്. SR എന്ന് വെച്ചാല് ചോദക പ്രതികരണം. ഒരു ചോദകം കൊടുക്കുമ്പോൾ ഒരു പ്രതികരണം കിട്ടുന്നു എന്ന് വാദിക്കുന്നതാണ് വ്യവഹാരവാദത്തില്.
അപ്പൊ ഈ വ്യവഹാരവാദത്തിൽ മാത്രമേ അല്ലെങ്കിൽ വ്യവഹാര സിദ്ധാന്തങ്ങളിൽ മാത്രമേ SR ബന്ധം കാണൂ, അല്ലെങ്കിൽ ചോദക പ്രതികരണ ബന്ധങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ SR എന്ന ഒരു വേർഡ് എവിടെയെങ്കിലും കണ്ടാൽ, അല്ലെങ്കിൽ ചോദക പ്രതികരണം എന്ന് കണ്ടാലേ നിങ്ങൾ പെട്ടെന്ന് ഓർക്കേണ്ടത് വ്യവഹാരവാദ അല്ലെങ്കിൽ അത് വ്യവഹാര സിദ്ധാന്തമാണെന്ന് ഓർത്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തതിന് മാനസിക അപഗ്രഥനം അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ്. മാനസിക അപഗ്രഥനം അല്ലെങ്കിൽ സൈക്കോ അനാലിസിസിന്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് കേട്ടോ. സിഗ്മണ്ട് ഫ്രോയിഡിനെയാണ് മാനസിക അപഗ്രഥനം അല്ലെങ്കിൽ മനോവിശ്ലേഷണ സിദ്ധാന്തം അല്ലെങ്കിൽ സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ഞാൻ നേരത്തെ ഫസ്റ്റ് ഇതിലേ പറഞ്ഞു. എന്താണ് സിഗ്മണ്ട് ഫ്രോയിഡ്? ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അബോധ മനസ്സാണ് മാനസിക യാഥാർത്ഥ്യമെന്നും. അപ്പൊ അദ്ദേഹം സിഗ്മണ്ട് ഫ്രോയിഡ് മനസ്സിനെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടാ. മനുഷ്യ മനസ്സിനെ കുറിച്ചാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്. മനുഷ്യന് 3 തരത്തിലുള്ള മനസ്സ് കാണപ്പെടുന്നു. ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അപബോധ മനസ്സ് എന്ന 3 മനസ്സുണ്ടെന്നും പിന്നെ അബോധ മനസ്സിനാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത്. അപ്പൊ മനുഷ്യ മനസ്സിൽ 3 മനസ്സുണ്ടെന്ന് പറഞ്ഞു. അതിലെ അബോധ മനസ്സ് എന്ന ആശയം ആദ്യമായിട്ട് ഉപയോഗിച്ചതും അബോധ മനസ്സിന് പ്രാധാന്യം നൽകിയതും ആരാണ്? പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയതും മനുഷ്യ മനസ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് മനസ്സാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? അബോധ മനസ്സ്. പിന്നെ മനുഷ്യ മനസ്സിനെ ഹിമശൈലത്തോട് ഉപമിച്ചത് ആര്? അല്ലെങ്കിൽ മഞ്ഞു മലയോട് ഉപമിച്ചതായി? മനുഷ്യ മനസ്സിനെ മഞ്ഞു മലയോട് ഉപമിച്ചത് ആരാണ്? നമ്മളിപ്പോ അത് പറഞ്ഞുതരാം എന്തുകൊണ്ടാണ്. നമ്മൾ ഒരു ബീക്കർ എടുത്തിട്ട് ഒരു വലിയ ഐസ് കട്ട എടുത്ത് നമ്മൾ ആ ബീക്കറിലെ വെള്ളത്തിൽ ഇടുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ, ഇപ്പം 4/1 ഭാഗം മാത്രമേ എന്ത് ചെയ്യൂ, ഐസേ മുകളിൽ പൊങ്ങി കിടക്കൂ. ബാക്കി ഫുൾ ഐസ് താഴെയാണ് കിടക്കുന്നത്. അപ്പം ഈ മനുഷ്യ മനസ്സിനെ ഈ മഞ്ഞു മലയോടാണ് അദ്ദേഹം ഉപമിച്ചത്. എന്നിട്ട് മനുഷ്യന്റെ മനസ്സിലുള്ള ഒരു ചെറിയൊരു തലമാണ് ഏത്? ബോധ മനസ്സ്. പിന്നെ ഈ ബോധ മനസ്സും അബോധ മനസ്സും തമ്മിൽ, അല്ലെങ്കിൽ ഈ വെള്ളവും ഐസും തമ്മിൽ ഈ ടച്ച് ചെയ്യുന്ന ഈ കുറച്ച് ഭാഗത്തെയാണ് പ്രീ കോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് അല്ലെങ്കിൽ ഉപബോധ മനസ്സെന്ന് പറഞ്ഞു. ബാക്കി ഏറ്റവും കൂടുതലുള്ള ഭാഗമാണ് നമ്മുടെ അബോധ മനസ്സ് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാല് നമ്മുടെ മനസ്സിലെ യഥാർത്ഥ കാര്യങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്ന്, ഒരു കള്ളത്തനവും ഇല്ലാതെ തുറന്ന് പറയുന്നത് അബോധ അവസ്ഥയിലായിരിക്കുമ്പോഴെന്നാണ് ആര് പറഞ്ഞത്? സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്. അല്ലെ, നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? അബോധ അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്നത്. അല്ലെ, നമുക്ക് തീർച്ചയായിട്ടും ഒരു ഡൗട്ട് തോന്നും. പക്ഷെ ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ഓരോരോ മർഡർ കേസുകൾ, ഇത് കൊലപാതകങ്ങൾ അല്ലാതെ കുറ്റകൃത്യങ്ങളൊക്കെ വരുമ്പോ ഈ ഷോക്ക് ട്രീറ്റ്മെന്റ്, ഹിപ്നോട്ടിസം, അങ്ങനെയൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്ത് അവരെ മയക്കി കടത്തിയുമ്പം നിങ്ങൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. മയക്കി കടത്തിയതിന് ശേഷം അവരോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവര് കൃത്യമായിട്ട് അതിന് ഉത്തരം പറയും. അതുകൊണ്ടാണ് യഥാർത്ഥ അവര് ചെയ്ത കാര്യങ്ങളും യഥാർത്ഥ സ്വഭാവങ്ങളും പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നത് അബോധ മനസ്സിലൂടെ എന്നാണ് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്. അപ്പൊ അബോധ മനസ്സ് എന്ന ആശയം ആദ്യമായിട്ട് ഉപയോഗിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. മനുഷ്യ മനസ്സിനെ മഞ്ഞുമലയോട് ഉപമിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. പിന്നെ അദ്ദേഹം പറഞ്ഞതാണ് നമ്മുടെ അബോധ മനസ്സാണ് യഥാർത്ഥ മാനസിക യാഥാർത്ഥ്യമെന്നും പിന്നെ നമ്മുടെ ചിന്തകളും സ്വപ്നങ്ങളും പിന്നെ നമ്മുടെ സ്വഭാവങ്ങളും യഥാർത്ഥ സ്വഭാവങ്ങളെല്ലാം നമുക്ക് പ്രകാശിതമാകുന്നതും ഈ അബോധ മനസ്സിൽ കൂടെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം മനുഷ്യ മനസ്സിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏതാണ്?
നമ്മുടെ മാനസിക അപകരണത്തിന്റെ പിതാവ് ആരാണ്? പിതാവ് ആരാണ്? മനുഷ്യ മനസ്സിനെ ഹിമശൈലത്തോട് ഉപമിച്ചത് അല്ലെങ്കിൽ മഞ്ഞ് എന്ന ആശയം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ക്ലിയറായ ഇത് മനസ്സിലെ അപകടം മനസ്സിലായോ എല്ലാവർക്കും? ഇനി പറയണോ? ഓക്കെ, അടുത്തിനി മാനവികതാവാദം അല്ലെങ്കിൽ ഹ്യൂമാനിസം. ഇതിനെ ആധുനികവാദം എന്ന പേരും അറിയപ്പെടുന്നു. മാനവികതാവാദത്തെ ആധുനികവാദം എന്ന പേരും വിളിക്കുന്നു. മനുഷ്യന്റെ ആത്മബോധമാണ് അവന്റെ വ്യവഹാരങ്ങൾ എന്ന് വെച്ചാൽ സെൽഫ് അവയർനെസ് എന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എന്റെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു. മനുഷ്യനാണ് പ്രാധാന്യം, മനുഷ്യനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് ഈ മാനവികതാവാദത്തിൽ. പിന്നെ മനുഷ്യന്റെ ആത്മബോധമാണ് അവന്റെ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നത്. ആ മനുഷ്യന്റെ ഒരു സെൽഫ് അവയർനെസ് ആണ് അവന്റെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതെന്നും ആത്മസാക്ഷാത്കാരം നേടുക, സെൽഫ് ആക്ച്വലൈസേഷൻ നേടുക എന്നതാണ് പരമമായ ലക്ഷ്യം എന്ന് വാദിക്കുന്നതുമാണ് ഏത് മാനവികതാവാദം. അപ്പൊ മാനവികതാവാദത്തെ ആധുനികവാദം എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ മാനവികതാവാദത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരമാണ്. മനുഷ്യനാണ് മാനവികതാവാദത്തിൽ പ്രാധാന്യം നൽകിയിരുന്നത്. ഇതിന്റെ ഉപജ്ഞാതാക്കളാണ് കോൾ റോജേഴ്സും എബ്രഹാം മാസ്ലോ. നമുക്ക് രണ്ടുപേരുടെയും തിയറി പഠിക്കണം. മാനവികതാവാദത്തിന്റെ ഉപജ്ഞാതാക്കൾ എന്നറിയപ്പെടുന്നത് കോൾ റോജേഴ്സും എബ്രഹാം മാസ്ലോയും ആണ്. അപ്പൊ മാനവികതാവാദത്തെ ആധുനികവാദം എന്ന് വിളിക്കുന്നു. പിന്നെ മാനവികതാവാദത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരം നേടുക എന്നതാണ്. ഇതിന്റെ ഉപജ്ഞാതാക്കളാണ് കോൾ റോജേഴ്സ്, എബ്രഹാം മാസ്ലോ. പിന്നെ മാനവികതാവാദത്തിൽ മനുഷ്യനാണ് പ്രാധാന്യം നൽകിയിരുന്നത്. എന്താണ് ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ? ആത്മനിർവൃതി അടയുക അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം കേട്ടിട്ടുണ്ടോ? എന്തായിരിക്കും? മനുഷ്യന്റെ ഏറ്റവും ഉയർന്ന തലം എത്തിച്ചേരാവുന്നതിന് ഏറ്റവും ഉയർന്ന തലം. നമുക്ക് മനുഷ്യനിൽ എല്ലാം നിറവേറി, എല്ലാം ആത്മനിർവൃതി കേട്ടിട്ടില്ലേ? എല്ലാം കഴിഞ്ഞു, ഇനി എനിക്ക് ജീവിതത്തിൽ ഇനി ഒന്നും നേടാൻ ഇല്ല എന്നുള്ള അവസ്ഥ. അപ്പൊ പരമമായ ലക്ഷ്യം. ഓക്കെ, ഇതിൽ കുറച്ചുള്ളൂ സിമ്പിൾ ആയിട്ട്. അടുത്തതാണ് ലാസ്റ്റ് ജ്ഞാന നിർമ്മിതിവാദം അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം അല്ലെങ്കിൽ കൊഗ്നിറ്റിവിസം എന്ന പേരിലും അറിയപ്പെടുന്നു. ഇതിന്റെ ഉപജ്ഞാതാക്കളാണ് ജീൻ പിയാഷെയും ജെറോമസ് ബ്രൂണറും. തെറ്റിക്കല്, നമ്മുടെ ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ പിതാക്കളാണ് ആര്? അല്ലെങ്കിൽ കൊഗ്നിറ്റിവിസത്തിന്റെ പിതാക്കളാണ് ജീൻ പിയാഷെയും ജെറോമസ് ബ്രൂണറും. ഇവര് പറഞ്ഞത് ബ്രൂണറും ഇവര് രണ്ടുപേരും പറഞ്ഞതാണ്, ഇപ്പൊ കുട്ടി സ്വയം എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാ കുട്ടികൾക്കും സ്വന്തമായിട്ട് കുറച്ച് അറിവ് എവിടെ നിന്നെങ്കിലും പിന്നെ നേടിയെടുക്കാനുള്ള കഴിവുണ്ടെന്നുള്ള ആശയമാണ് ഈ ജ്ഞാന നിർമ്മിതിവാദം. എന്ന് വെച്ചാൽ എല്ലാ കുട്ടിക്കും സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നതാണ് ജ്ഞാന നിർമ്മിതി വാദം എന്ന് പറയുന്നത്. പിന്നെ ജ്ഞാന നിർമ്മിതി വാദത്തെ ഇപ്പോഴത്തെ പേരാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദം. അതിൽ പറയുന്നതെന്ന് വെച്ചാല് കുട്ടികൾ ഈ ജ്ഞാന നിർമ്മിതി വാദത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ കുട്ടി സ്വയം അറിവ് നിർമ്മിക്കുന്നു എന്നാണ്. പക്ഷെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദത്തിൽ പറയുന്നത് സമൂഹവുമായി ഇടപഴകുന്നതിലൂടെ കുട്ടി അറിവ് നിർമ്മിക്കുന്നു. അപ്പൊ നിങ്ങളിപ്പോ വീട്ടിലിരുന്ന് പഠിക്കുന്നതിനേക്കാളും കുറച്ച് കമ്പൈൻ സ്റ്റഡി അല്ലെങ്കിൽ ഗ്രൂപ്പ് സ്റ്റഡി ഒക്കെ നടത്തുമ്പോൾ കുട്ടികളുമായിട്ട് ഇന്ററാക്ഷൻ കൂടെ പഠിക്കുന്നവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അറിവ് ലഭിക്കും. അപ്പൊ അതാണ് ഇന്നത്തെ ഈ ജ്ഞാന നിർമ്മിതി വാദത്തിന്റെ ഇപ്പോഴത്തെ പേരാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദം. സമൂഹവുമായി ഇടപെട്ട് കുട്ടികൾ അറിവ് നിർമ്മിക്കുന്നു എന്നതാണ് അതിന്റെ പ്രധാന ആശയം. പിന്നെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദത്തിന്റെ ഉപജ്ഞാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വൈഗോസ്കിയാണ്.
അപ്പൊ ഇന്നത്തെ നമ്മുടെ കേരള നിലവിലുള്ള പാഠ്യപദ്ധതി ഈ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തെ അടിസ്ഥാനമാക്കി ഉള്ളതാണ്. അപ്പൊ നമ്മൾ പഠിച്ച് പഴയ കാലത്തുള്ള ഘടനാവാദം മുതൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ജ്ഞാന നിർമ്മിതി വാദം വരെ പഠിച്ചു. ഇത്രയാണ് സ്കൂൾസ് ഓഫ് സൈക്കോളജി. അപ്പൊ ഇപ്പോഴത്തെ കേരളത്തിൽ നിലവിലുള്ള സ്കൂൾ പാഠ്യപദ്ധതി സാമൂഹ്യ ജ്ഞാന നിർമ്മിതിയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ആരുടെ ആശയമാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദം എന്നത്? നിർമ്മിതിവാദത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വൈഗോസ്കിയാണ്. അല്ലെങ്കിൽ പിന്നെ ഈ ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ ഒരു പുതിയ വിഭാഗമാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം. നമ്മുടെ കൊഗ്നിറ്റീവിസ്റ്റ് അല്ലെങ്കിൽ ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത് ജീൻ പിയാഷെ, ജെറോമസ് ബ്രൂണർ ആണ്. ജ്ഞാന നിർമ്മിതിവാദത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ കുട്ടി സ്വയം അറിവ് നിർമ്മിക്കുന്നു. പിന്നെ സമൂഹവുമായിട്ട് ഇടപഴകിയാണ് അറിവ് കുറച്ചുകൂടെ നല്ലതായിട്ട് ഉണ്ടാകുന്നു എന്നാണ് നമ്മുടെ വൈഗോസ്കി പറഞ്ഞത്. അപ്പൊ ഇപ്പോഴത്തെ കേരളത്തിൽ നിലവിലുള്ള സ്കൂൾ പാഠ്യപദ്ധതി ഏറ്റവും ഏറെ സ്വാധീനിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ഇപ്പൊ പെട്ടെന്ന് ഇത്രയും പഠിച്ചതിലുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. മനഃശാസ്ത്രം ബോധനത്തിന്റെ ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? മനഃശാസ്ത്രം ബോധമണ്ഡലത്തിന്റെ അല്ലെങ്കിൽ ബോധനത്തിന്റെ ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് വില്യം വൂണ്ടാണ്. അടുത്ത് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളിലാണെന്ന് പറഞ്ഞത് DS കോത്താരിയാണ്. ഇതിപ്പോ പറഞ്ഞതാണ് കേരളത്തിൽ നിലവിലുള്ള സ്കൂൾ പാഠ്യപദ്ധതി ഏറ്റവും സ്വാധീനിച്ച മനഃശാസ്ത്രജ്ഞൻ വൈഗോസ്കിയാണ്. അടുത്ത് ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത് ജീൻ പിയാഷെയാണ്. ജീൻ പിയാഷെ ശിശു മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പൊ ശിശു അല്ലെങ്കിൽ ചൈൽഡ് സൈക്കോളജിയുടെ പിതാവ് എന്ന പേരിലും നമ്മുടെ ജീൻ പിയാഷെ അറിയപ്പെടുന്നു. അടുത്ത 20-ാം നൂറ്റാണ്ടിലെ മനഃശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. അടുത്ത് പഠനം എന്നത് ചോദക പ്രതികരണങ്ങൾ തമ്മിലുള്ള അനുബന്ധം. ഞാൻ പറഞ്ഞു SR എന്ന് കേട്ടാലേ അല്ലെങ്കിൽ ചോദക പ്രതികരണം എന്ന് കേട്ടാലേ നിങ്ങൾ എന്തിനാ ഓർക്കും? വ്യവഹാരം. അടുത്ത മാനവികതാവാദത്തിന്റെ പരമമായ ലക്ഷ്യം എന്താണ്? അധ്യാപകനാണ് യഥാർത്ഥ ചരിത്ര നിർമ്മിതാവ് എന്ന് പറഞ്ഞത് H.G. വെൽസ് ആണ്. H.G. വെൽസ് ആണ് പറഞ്ഞത് അധ്യാപകനാണ് യഥാർത്ഥ ചരിത്ര നിർമ്മിതാവ്. അടുത്തത് ആരുടെ വാക്കുകളാണ്? വരൂ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ജീവിക്കാം എന്ന് പറഞ്ഞത് ഫ്രോബലാണ് കിൻഡർ ഗാർട്ടൻ സ്കൂളൊക്കെ നിർമ്മിച്ചത്. അപ്പൊ കുട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും കുട്ടികളെ എന്ന് വെച്ചാൽ ചെറിയ നഴ്സറി കിൻഡർ ഗാർട്ടൻ മുതലുള്ള കുട്ടികളെ പ്രാധാന്യം നൽകിയത് നമ്മുടെ ഫ്രോബലാണ്. അടുത്ത ആദ്യമായി നിങ്ങൾ കുട്ടികളെ അടുത്തറിയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷന് പ്രാധാന്യം നൽകിയതും ആരാണ്? നമ്മുടെ റൂസോ ആണ്. അടുത്ത മനോവികാസത്തിൽ നിന്നാണ് ഭാഷ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞത് ജീൻ പിയാഷെ ആണ്. ജീൻ പിയാഷെ. ഓക്കെ. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്, ഒരു സോഷ്യൽ അനിമൽ ആണെന്ന് പറഞ്ഞത് ആരാണ്? അരിസ്റ്റോട്ടിൽ. എല്ലാവർക്കും അറിയാം അല്ലെ? അരിസ്റ്റോട്ടിലാണ്. ഓക്കെ. ഇനി ഇത്രയും കൂടെ ഉള്ളൂ. എപ്പിസ്റ്റമോളജി. ഇനി കുറച്ച് 3 ടേമുകളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. എപ്പിസ്റ്റമോളജി എന്നാൽ എന്ത്? അറിവിനെ കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് നോളജ്. എപ്പിസ്റ്റമോളജി എന്താണ്? സ്റ്റഡി ഓഫ് നോളജ്. ആക്സിയോളജി എന്ന് പറഞ്ഞാൽ മൂല്യങ്ങളെ, വാല്യൂസ്, സ്റ്റഡി ഓഫ് വാല്യൂസ്, ആക്സിയോളജി. മെറ്റാഫിസിക്സ് എന്ന് വെച്ചാൽ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള പഠനം. മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള പഠനത്തെയാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. അടുത്ത് പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടിയിൽ ഉണ്ടാകുന്ന ഭയത്തെ സോഫോഫോബിയ എന്ന് പറയും. എന്താണ് സോഫോഫോബിയ? അല്ലെങ്കിൽ ഫിയർ ഓഫ് നോളജ്. അറിവ് സമ്പാദിക്കുമ്പോൾ ഉണ്ടാകുന്ന പേടി അല്ലെങ്കിൽ പഠിക്കാനുള്ള പേടിയെ പറയുന്നതാണ് സോഫോഫോബിയ. അപ്പൊ അറിവിനെ കുറിച്ചുള്ള പഠനത്തെ എപ്പിസ്റ്റമോളജി എന്നും മൂല്യങ്ങളെ കുറിച്ചുള്ള പഠനത്തെ ആക്സിയോളജി എന്നും യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള പഠനത്തെ മെറ്റാഫിസിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത്രയാണ് എന്താണ് കുറച്ച് വൺ വേർഡ് ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങള് ഇന്നൊരു ചെറിയ ടോപ്പിക്കാണ് പഠിച്ചത്. ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. ഈ പഠിപ്പിച്ചതിന് അന്നന്ന് തന്നെ പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. ഓക്കെ. ഇന്ന് പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ടീച്ചർ ഈ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ലാസ്റ്റ് പറഞ്ഞത് സാറിനോട് ചോദിച്ചാൽ മതി ഏടാ, സാറിനോട് ചോദിച്ചാൽ മതി, സാർ ഇതൊക്കെ ഇട്ട് തരും. ഓക്കെ, ഇനി ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ 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 താങ്ക് യു ടീച്ചർ. ഓക്കെ, താങ്ക് യു. യെസ്, ഗുഡ് നൈറ്റ്. ഓക്കെ ഓക്കെ Thank you, ma'am. താങ്ക് യു. Thank you, teacher. Thank you, teacher. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, dears. താങ്ക് യു മാം.